ധർമ്മസ്ഥല കേസ് അന്വേഷണം തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറിയേക്കും. ഇതേക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ തീരുമാനമെടുത്തേക്കും. 13ാമത്തെ പോയിന്റിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന തുടരുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ധർമ്മസ്ഥലയിൽ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. കെ.വി. ബൈജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്ന്. ബൈജു, ഇന്നലെ രാത്രി കണ്ടതാണ് എതിർ വിഭാഗം. കാരണം ഇങ്ങനെ ഒരു പരിശോധന അവിടെ നടത്താൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം അവർ സംഘടിച്ചെത്തുകയും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തത്. ഇന്ന് പകൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ? പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ടോ? പിന്നെ ഈ ആഭ്യന്തര മന്ത്രാലയത്തിന് തീരുമാനം വരുമെന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണമുണ്ടല്ലോ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ, അതിന്റെ തുടർച്ച എന്ന രീതിയിലാണോ അതോ അവിടെ എന്തെങ്കിലും ഗൂഢാലോചന നടന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണോ? അഞ്ജുഷ, ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് 2-ാം തീയതി, അതായത് ആഗസ്റ്റ് 2-ന് പരാതി ലഭിച്ചിരിക്കുന്നു. ഇതിന്മേലുള്ള ഒരു തുടരന്വേഷണത്തിനാണ് ആഗസ്റ്റ് 4-ന് ഇത് തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ തീരുമാനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ധർമ്മസ്ഥലയിൽ ഇപ്പോൾ 13ാം പോയിന്റിലായിരുന്നു പരിശോധന നടത്തേണ്ടത്. ഇതുവരെ പരിശോധന ആരംഭിച്ചിട്ടില്ല. ഇന്നലെ 1 മണിയോട് കൂടിയാണ് സംഘം എത്തിയത്. ഇപ്പോഴും സംഘം ഇവിടെ എത്തിയിട്ടില്ല, പരിശോധന ആരംഭിച്ചിട്ടില്ല. മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് വലിയ സുരക്ഷാ സന്നാഹമാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഏക മാധ്യമ സംഘം ന്യൂസ് 18 മാത്രമാണ്. പിന്നീട് കന്നഡ ചാനലുകൾ, അത് നമുക്ക് കാണാം. 13ാം പോയിന്റാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ടിങ്ങിനായി ഇത്തരത്തിൽ ധർമ്മസ്ഥല എസ്.ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ പോലീസ് സുരക്ഷ ന്യൂസ് 18 ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇന്നലത്തേത് സമാന സംഭവം ഇനി ഉണ്ടാകാതിരിക്കാൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും കർശന നിർദ്ദേശം. ഇന്നലത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂസ് 18 പോലീസ് സംരക്ഷണം അവിടെ ഏർപ്പെടുത്തി എന്നാണോ? പോലീസ് സംരക്ഷണത്തിൽ അവിടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും, ഇങ്ങനെയാണോ? അതെ ബജീഷ്, അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ദക്ഷിണ കന്നഡ ജില്ലാ SP ഡോക്ടർ കെ അരുണിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. നമുക്ക് കാണാം, ഇവിടെ ധർമ്മസ്ഥല SI ആണ് നമുക്കിവിടെ സുരക്ഷയ്ക്കായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മളോട് വാക്കാലും അദ്ദേഹം അവർ നിർദ്ദേശം നൽകി, നിങ്ങൾക്ക് സുരക്ഷ തരാം, ഇവിടെ റിപ്പോർട്ടിങ്ങിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നവർ ഉറപ്പ് നമുക്ക് നൽകിയ ഒരു സാഹചര്യം കൂടെ അല്പസമയം മുമ്പുണ്ട്. അവരുടെ വാഹനം നമുക്ക് ഇവിടെ കാണാം ദൃശ്യങ്ങൾ. ഇതിപ്പോൾ പോയിന്റ് 13 ആണ്. പോയിന്റ് 13-ൽ ഇതുവരെ ഒരു ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടില്ല. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ പരിശോധന നടത്തേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ശുചീകരണ തൊഴിലാളി അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലം, അതിന് തൊട്ടടുത്തുള്ള സ്ഥലം, ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉൾപ്പെടെ കൊണ്ടുവന്ന് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് പരിശോധന ആരംഭിച്ചേക്കില്ല, ഇന്ന് പരിശോധന ഉണ്ടായേക്കില്ല. അതിന് പകരം പ്രത്യേക യോഗം SIT ഇപ്പോൾ ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഇത് തീവ്രവാദ വിരുദ്ധ ഒക്കെ കൈമാറുകയാണെങ്കിൽ അത് ഇനി ഏത് രീതിയിലായിരിക്കും, അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. നമുക്ക് സ്ഥിരീകരിക്കാത്ത വിവരമാണ് അത് ഏതായാലും അതുകൊണ്ടാണോ ഇന്ന് പരിശോധന നടത്താത്തതെന്ന് അറിയില്ല. ഏതായാലും ഇത് കേന്ദ്ര ഏജൻസി വളരെ ഗൗരവത്തോടു കൂടി എടുത്ത് ഈ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഇവിടെ കാണാം. മാത്രമല്ല പോലീസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിൻ്റെ സുരക്ഷയിലാണ് ഇപ്പോൾ ഇവിടെ റിപ്പോർട്ടിംഗ്. കാരണം ഇന്നലെ D ഗ്യാങ്ങിൻ്റെ വലിയ തോതിലുള്ള അഴിഞ്ഞാട്ടം ഇവിടെ നമ്മൾ കണ്ടതാണ്. മാധ്യമപ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്നു, അവരുടെ വാഹനങ്ങൾ തകർക്കുന്നു, അവരുടെ ഉപകരണങ്ങൾ തകർക്കുന്നു. അത്തരം സംഭവങ്ങൾ ഉണ്ടായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല വലിയ തോതിൽ അത് വാർത്തയായി ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ സ്വതന്ത്രമായി മാധ്യമ റിപ്പോർട്ടിന് ചെയ്യാൻ കഴിയാത്ത പോലും സാഹചര്യം ഇവിടെ ഉണ്ട്, ധർമ്മസ്ഥലയിലുണ്ട് എന്ന് തെളിയിക്കുന്നത്, ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായി അത് മാറിയിരിക്കുന്നു. ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് നമുക്കുൾപ്പെടെ സുരക്ഷ നൽകാൻ ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ധർമ്മസ്ഥല SIയുടെ വാഹനമാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയമാണ് ഇത്തരത്തിലൊരു സംവിധാനം ഏർപ്പെടുത്തിയത്. എന്തായാലും ഇനി വളരെ പ്രധാനപ്പെട്ടത് ഈ 14ഉം 15ഉം പോയിന്റാണ്. ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റാണത്. അവിടെ പരിശോധന നടത്തേണ്ടതുണ്ട്. ഒപ്പം 13, ഈ തൊട്ടുപിറകിൽ കാണുന്ന 13 പോയിന്റ്, ആ 13 പോയിന്റും വളരെ പ്രധാനമാണ്. ഈ സ്ഥലങ്ങളിലുള്ള പരിശോധനയാണ് ഇനി നടക്കേണ്ടത്. അതിന് വിപുലമായ ഒരുക്കങ്ങൾ SIT ഉണ്ടാക്കുന്നു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് യോഗം ഇപ്പോൾ ചേരുന്നുണ്ട്. ഇന്ന് പരിശോധന ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് സംരക്ഷണയിലാണ് ബൈജുവിന് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇന്നലത്തെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് മേധാവി കെ അരുൺ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്. അതിനാൽ ന്യൂസ് 18 സംഘത്തിന് ബൈജുവിന് അവിടെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റൊരു വാർത്ത